ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ജോസിനോ ഹോം ബുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ് ഹാബിറ്റ്സ് ആണ് കേട്ടോ. അപ്പം ഞാനിത് ശീലമാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ കിച്ചൺ അത്യാവശ്യം ക്ലീൻ ആയിട്ട് എപ്പോഴും കിടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് എംപ്റ്റി ഡിഷ് ഡ്രെയിൻ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിഷ് വാഷർ. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും അതായത് ഓരോ സമയവും നമ്മൾ കിച്ചണിൽ പാത്രം കഴുകി വെക്കൂലേ, അപ്പം അതിന് മുമ്പേ പാത്രങ്ങളൊക്കെ നമ്മുടെ ആ ഡ്രെയിൻ ചെയ്ത് വെക്കുന്ന ബാസ്ക്കറ്റിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിപ്പിച്ചതിന് ശേഷം മാത്രം അടുത്ത സെറ്റ് പാത്രം കഴുകിയിടുക. ഇതൊരു ശീലമാക്കാനായിട്ട് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളതിൽ പാത്രങ്ങളൊക്കെ കുന്നുകൂടിയതിന് ശേഷം പിന്നെ ഒരു കാര്യം അതിൽ നിന്ന് എടുക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതൊന്ന് ശീലമാക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഇതുപോലത്തെ ഒരു ഡിഷ് ഡ്രൈയിങ് മാറ്റ് നമ്മൾ പാത്രം കഴുകി വെക്കുന്ന ബാസ്ക്കറ്റിൻ്റെ അടിയിൽ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് ഓൺലൈനായിട്ടും കിട്ടും. ഞാനിത് ഐക്യയിൽ നിന്ന് അധികം പൈസയൊന്നുമില്ല ഇതിന്. ഇത് നമ്മുടെ പാത്രങ്ങളിൽ നിന്നുള്ള എക്സസ് വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യാനും അതുപോലെ പാത്രങ്ങൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലത്തെ മാറ്റ് വെച്ചില്ല എന്ന് അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. ഇതിന് പകരം കട്ടിയുള്ള ടർക്കിയോ അതൊക്കെ വെച്ചാലും മതി കേട്ടോ. പക്ഷേ അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ അത് ഓരോ പ്രാവശ്യം എടുത്ത് അതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് വെക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ബാസ്ക്കറ്റ് എടുക്കുമ്പോൾ ഇതുപോലത്തെ എയർ പാസ് ചെയ്യുന്ന ബാസ്ക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് അത് കൂടുതൽ സഹായിക്കും. ക്ലോസ്ഡ് ആയിട്ടുള്ള പാത്രങ്ങൾ എടുക്കുന്നതിലും ഇതുപോലത്തെ എയർ പാസ് ചെയ്യുന്ന പാത്രങ്ങൾ എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അതുപോലെ കിച്ചൺ സിങ്കിൻ്റെ അരികത്ത് ഇതുപോലത്തെ വിൻഡോസ് ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടാനായിട്ട് അതും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു നമ്മൾ മസ്റ്റായിട്ട് ഹാബിറ്റ് ആക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കിച്ചൺ സിങ്ക് നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്തിടുക എന്നുള്ളത് കേട്ടോ. കിച്ചൺ സിങ്കും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സ്പ്ലാഷും അതുപോലെ നമ്മൾ സോപ്പ് കണ്ടെയ്നറൊക്കെ വയ്ക്കുന്ന ആ ഒരു കണ്ടെയ്നർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്തിടുക. ഈ ഒരു ഭാഗത്തൊക്കെ മോയ്സ്ചർ നിന്ന് കഴിഞ്ഞാൽ മോൾ ഗ്രോത്ത് വന്നിട്ട് ഇങ്ങനെ കറുത്ത് കിടക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഈർപ്പമയം നിൽക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും പാത്രം കഴുകി കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്തിടുവാണെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ഇടുവാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ അരികത്ത് അതാണ് ഞാൻ പറഞ്ഞത്, ജനാലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ കിച്ചൺ സിങ്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ എപ്പോഴും ഡ്രൈ ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മോൾഡ് ഗ്രോത്ത് ഒന്നും വരില്ല. നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എത്ര വർഷം കഴിഞ്ഞാലും കിടക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു വയ്ക്കുക കേട്ടോ. പിന്നിടത്തേക്ക് മാറ്റി വയ്ക്കരുത്. അപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് നല്ല ഉദ്ദേശം ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തതിന് ശേഷം അതെടുത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ പെടുവാണ് അവിടെ ക്ലീൻ അല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് വൈപ്പ് ചെയ്ത് ആ ഭാഗം ഒന്ന് ക്ലീൻ ആക്കുക. അതുപോലെ നമ്മളിപ്പോൾ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സൊക്കെ എടുക്കുമല്ലോ, മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ചായപ്പൊടിയോ, അപ്പോൾ അത് വെക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ആ കണ്ടെയ്നർ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് നമ്മൾ അവിടെ നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് പിന്നെ അത് തിരിച്ചെടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. കാരണം ഇതിലൊന്നും അധികം അഴുക്കേ ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഓരോ സമയവും അത് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ലാസ്റ്റ് സമയമാകുമ്പോഴേക്കും പണി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കുറവ് തന്നെയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മസ്റ്റായിട്ടും ഹാബിറ്റ് ആക്കേണ്ട ഒരു കാര്യമാണ് കിച്ചൺ ക്ലീനിങ് ക്ലോത്ത് ഡെയിലി ചേഞ്ച് ചെയ്യുക എന്നുള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള തരം നോക്കിയിട്ട് നമ്മളിങ്ങനത്തെ ക്ലീനിങ് ക്ലോത്ത് വാങ്ങിക്കുക. എല്ലാവരും സാധാരണ ചെയ്യാറുള്ളത് നമ്മൾ ഉപയോഗിക്കാത്ത നമ്മുടെ തുണികളൊക്കെ എടുത്തിട്ടാണ് കിച്ചൺ ക്ലീനിങ് ക്ലോത്ത് ആക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് പൈസ കളയുന്നു. അപ്പം ഇതും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക. അതുപോലെ അതെല്ലാ ദിവസവും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം ഉപയോഗിച്ച് തന്നെ പിറ്റേ ദിവസം ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ചെയ്യുക. ഞാൻ ചിലപ്പോൾ ഡെയിലി ചെയ്യാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഇതുപോലെ എല്ലാം കൂടി ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യുക. പക്ഷേ ഡെയിലി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ മസ്റ്റായിട്ടും ഹാബിറ്റ് ആക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഡെയിലി ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് തന്നെ നല്ലൊരു ഉറപ്പുണ്ട് ക്ലീൻ ആയിട്ട് ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മളിവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. ചിലപ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെ സ്മെല്ലുള്ള തുണികളൊക്കെ വെച്ചിട്ട് നമ്മുടെ അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊത്തം അടുക്കളയുടെ സ്മെല്ല് തന്നെ ആ ഒരു പൊട്ട സ്മെല്ലായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ആ ക്ലീൻ അല്ലാത്ത തുണി അവിടെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയ്ക്ക് തന്നെ ഒരു പൊട്ട സ്മെല്ലുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഡെയിലി ചേഞ്ച് ചെയ്യുക നമ്മുടെ ക്ലീനിങ് ക്ലോത്ത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഹൈജീനിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ നമ്മളത് ചേഞ്ച് ചെയ്യേണ്ടത്.
കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ക്ലീനിങ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ടിപ്സ് അല്ല, ഹാബിറ്റ്സ് ആണ്. നമ്മൾ ഇത് ഹാബിറ്റ് ആക്കാനായിട്ട്, നമ്മുടെ ഡെയിലി ജീവിതത്തിൻ്റെ ഹാബിറ്റ് ആക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ ബൈ.